الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباب، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين والذين إذا فعلوا فاحشة أو ظلموا أنفسهم وذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله فلم يصروا على ما فعلوا وهم يعلمون أولئك جزاؤهم مغفرة من ربهم وجنات تجري من تحتها الأنهار خالدين فيها ونعم أجر العاملين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാന്റെ ആദ്യ പത്ത് അവസാനിക്കുകയാണ്. അടുത്ത പത്തും മുതലടുത്ത പത്തും വളരെ വേഗം നമ്മളിലൂടെ കടന്നു പോകും. അങ്ങനെ നമ്മുടെ ജീവിതവും ഒരു ദിവസം ഈ ഭൂമിയിൽ അവസാനിക്കും. അപ്പൊ കഴിഞ്ഞു പോകുന്ന ആ നിമിഷങ്ങളെ നമുക്ക് ഒരിക്കലും പിടിച്ചു നിർത്താനാവില്ല. അതിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തേക്ക് ഉണ്ടാവും. ആ രേഖയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ശാശ്വതമായ ജീവിതത്തിന്റെ വിധി നിർണ്ണയിക്കുക എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതുമാണ്. അതുകൊണ്ട് കഴിഞ്ഞു പോകുന്ന ഓരോ നിമിഷങ്ങളും നാളേക്ക് വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നാണ് ഓരോ നിമിഷവും സത്യവിശ്വാസി ആലോചിക്കേണ്ടത്. പ്രത്യേകിച്ച് ഏറ്റവും പുണ്യകരമായ നിമിഷങ്ങൾ അത് നമ്മളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് അതിനെ മാറ്റിയെടുക്കാൻ, ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത ഒരു ജീവിതത്തിന്റെ മഹത്തായ സൗഭാഗ്യമായി മാറ്റിയെടുക്കാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം തന്നിട്ടുണ്ട്. കുറഞ്ഞ ഒരു ശ്രദ്ധ മാത്രം അത് മതിയാവും. അതുപോലെ വളരെ കുറഞ്ഞ ഒരു അശ്രദ്ധ കൊണ്ട് ആ മഹാസൗഭാഗ്യം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. റമദാൻ ആഗതമാവുകയും നോമ്പനുഷ്ഠിക്കുകയും അതിന്റെ പുണ്യം കരസ്ഥമാക്കുകയും ചെയ്യുന്നത് ഒരു മഹാസൗഭാഗ്യമാണ്. അത് ബൃഹത്തായ സൗഭാഗ്യം.
ആ സൗഭാഗ്യം ലഭിച്ച നമ്മളെ പോലെയുള്ള ആളുകൾ യഥാർത്ഥത്തിൽ അതിൻ്റെ വില അറിയുന്നില്ല എന്നുള്ളതാണ്. മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് നമുക്ക് ഹിദായത്തിന്റെ വില അറിയില്ല, സന്മാർഗത്തിന്റെ വില അറിയില്ല. കാരണം നമുക്കിത് പരമ്പരാഗതമായി ലഭിച്ചതാണ്. കഠിനമായി അധ്വാനിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ട് ത്യാഗം സഹിച്ചിട്ടാണ് നമ്മൾ നേടിയിരുന്നെങ്കിൽ അതിന്റെ വാല്യൂ, അതിന്റെ മൂല്യം നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. നല്ല ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്ന പുതിയ മുസ്ലിങ്ങൾ അവരോട് ചോദിച്ചാൽ പലപ്പോഴും ഇതിന്റെ വാല്യൂ അവർ പറഞ്ഞു. കാരണം അവര് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവർക്കത് കിട്ടിയത് എന്നുള്ളത് അവർക്ക് അറിയുന്ന സംഖ്യയാണ്. അപ്പൊ നമ്മൾക്ക് കരഗതമായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ള ഈ സന്മാർഗവും ആ സന്മാർഗത്തിലൂടെ ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസരങ്ങളും വളരെ വേഗം പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ തന്നെ മനസ്സിലാക്കുന്ന ഒരു സംഗതിയാണ്. അനുഗ്രഹത്തിന്റെ ആ 10 ദിവസങ്ങൾ നമ്മളെ വിട്ടുതീരാൻ പോവാണ്. ഇനി വരുന്നത് അതിനേക്കാൾ ഉത്തമമായ സംഗതി പാപമോചനത്തിന്റെ 10 ദിവസങ്ങളാണ്. അങ്ങനെ പറഞ്ഞു തിരിച്ച ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒടുവിൽ നരകവിമോചനത്തിന്റെയും സ്വർഗപ്രവേശനത്തിന്റെയും 10 ദിവസങ്ങളായി വിവരിക്കപ്പെട്ട ചില റിപ്പോർട്ടുകൾ നമുക്ക് ലഭ്യമാണെന്നുള്ളത്. മനുഷ്യൻ ദുർബലനാണ്, അറിഞ്ഞും അറിയാതെയും അവന് തെറ്റ് സംഭവിക്കുന്നു. ആ തെറ്റുകളിൽ അവനിങ്ങനെ തുടർന്നാൽ അവന്റെ മനസ്സ് കടുത്തു പോകും, ഹൃദയം കല്ലാവുക പറയും. പല തരത്തിലുള്ള കഥകള് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ടെങ്കിൽ മനസ്സൊരു ശുഭ്രമായ വെള്ളയായ ഒരു കഥലാണ്. ഒരു തെറ്റ് ചെയ്യുമ്പോൾ, ഒരു പാപം ചെയ്യുമ്പോൾ കറുത്ത പള്ളി വീഴും. മറ്റൊന്ന് മനസ്സൊരു നല്ല പാത്രമാണ്. ഒരു പാപം ചെയ്യുമ്പോൾ, ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതിലൊരു ഓട്ട വീഴും. രണ്ടു പനിയതാണ്ട് ഒരു വീട്ടിൽ. അങ്ങനെ പാപപങ്കിലമായ ജീവിതം നയിക്കുമ്പോൾ ഒരുപാട് ഓട്ടകൾ വീണ ഒട്ടപാത്രം ഒന്നിനും കൊള്ളാത്തതാവും. അല്ലെങ്കിൽ ഒരുപാട് കറുത്ത പുള്ളികൾ വീണ മനസ്സ് കറുത്തുപോയി, കറുത്ത മനസ്സായി പോകുന്ന, കാരിരുമ്പിന്റെ ശക്തിയേക്കാൾ കടിയുള്ള കഠിനമായ മനസ്സാവുന്നതിനെ കുറിച്ച് പരാമർശങ്ങൾ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ നമ്മുടെ പ്രവർത്തനത്തിനിടയിൽ, ചിന്താഗതികൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പാപങ്ങളെ, തെറ്റുകളെ കഴുകി വൃത്തിയാക്കുക എന്നുള്ളതാണ്. ഏത് സാധനവും ഉപയോഗിക്കുമ്പോൾ അതിന് തേയ്മാനം സംഭവിക്കുകയും അഴുക്ക് വരളുകയും ചെയ്യും. നമുക്കെല്ലാവർക്കും അറിയാം, നാം വളരെ ഇഷ്ടത്തോടെ നടക്കുന്ന വാഹനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സർവീസ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്കത് ഉപയോഗശൂന്യമായി പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച എല്ലാത്തിന്റെയും സ്ഥിതി അങ്ങനെ തന്നെയാണ്. അതിങ്ങനെ ആവർത്തിച്ച് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെ അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. മനസ്സ് കുറേ നേരം മനസ്സ് പ്രവർത്തിക്കുമ്പോൾ ക്ഷീണിക്കും. അപ്പോൾ ഒന്ന് ഉറങ്ങണം. ഉറങ്ങിയെണീച്ചാൽ കൂടുതൽ ഊർജ്ജസ്വലത ഉണ്ടാവും. 2 പകലുകൾക്കിടയിലുള്ള രാത്രി. അങ്ങനെയാണ് ജീവിതം സംവിധാനിച്ചത്. കുറെ മടുപ്പ് അനുഭവപ്പെടുമ്പോൾ ജോലി നിന്ന് മാറും, ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിക്ക്. എപ്പോഴും പ്രാർത്ഥിച്ചാൽ മനുഷ്യന് മടുപ്പ് അനുഭവപ്പെടും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞാൽ ഭൂമിയിൽ വ്യാപിച്ചുള്ള അപ്പോഴും നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുകയും ചെയ്യുക. അങ്ങനെ സ്ഥിരമായ ഒന്നിലേക്ക് നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ ചലനാത്മകമാണ് ജീവിതം. അഴുക്ക് വരളാൻ അനുവദിക്കരുത് എന്നുള്ളതാണ്. പാപക്കരകളുമായി മനുഷ്യന് മുന്നോട്ട് പോയാൽ അവന്റെ ജീവിതം വളരെ മോശമായ അവസ്ഥയിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് ആ പാപങ്ങൾ കഴിയുകയാണ്. ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ധാരാളമായി നിർദ്ദേശിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. പല പ്രാവശ്യം പറഞ്ഞതാണ്. തൗബ എന്ന് പറഞ്ഞാൽ താബ, മടങ്ങി. നമ്മുടെ ബാറ്ററിയിൽ ചാർജ് ചെയ്യുമ്പോൾ നമ്മളെ മൊബൈൽ നമ്മൾ AC-യിലോ അല്ല DC-യിലോ കുത്തിക്കൊടുക്കും ചാർജ് എടുക്കാൻ. നമ്മളെ മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയുന്ന ബാറ്ററികൾ നിശ്ചിത കാലാവധി ഉണ്ടാവുള്ളൂ. ആ കാലയളവിൽ വർക്ക്
വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ചാർജ് ഇങ്ങനെ എക്സോസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ മെയിൻ ലൈനിൽ നിന്ന് ഇങ്ങനെ ചാർജ് ചെയ്തു താപ അങ്ങോട്ട് തിരിച്ച് ഒറിജിനിലേക്ക് കൊണ്ടുപോകാം. മനുഷ്യൻ അങ്ങനെയാണ്. അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ അവൻ്റെ ഒറിജിനാലിറ്റി തിരിച്ചിട്ടു. പടച്ചവൻ പടച്ച ആ ഒറിജിനാലിറ്റി തിരിച്ചിട്ടുണ്ട്. താപയിലേക്ക് അവനിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. യഥാർത്ഥ രക്ഷിതാവായ തമ്പുരാനിലേക്ക് മടങ്ങി ഊർജമാവാഹിക്കുക എന്നുള്ളത് ആ തൗബയാണ്. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഫറ എന്ന് പറഞ്ഞാലും ഗഫറ എന്ന് പറഞ്ഞാൽ അർത്ഥം കവർ ചെയ്യുക, മറക്കുക, ആവശ്യപ്പെടുക, പ്രൊട്ടക്ട് ചെയ്യാൻ. അതായത് തെറ്റുകളിൽ നിന്ന് നമ്മളെ സംരക്ഷിച്ചു നിർത്തണേ എന്നുള്ള ഒരു ദയനീയമായ അഭ്യർത്ഥനയാണ് ഇസ്തിഗ്ഫാർ. ചെയ്തു പോയ തെറ്റുകൾക്ക് പാപമോചനം തേടുന്ന തൗബയും, ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ പാപ സുരക്ഷിതനായി നിലനിർത്താനുള്ള ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയുമാണ്. രണ്ടും കൂടെ ചേർത്താവട്ടെ, ഇസ്തിഗ്ഫാറും തൗബയും. ആ പാപമോചനം ഏറ്റവും കൂടുതൽ റമദാനില് നോമ്പുകാരന്റെ പ്രാർത്ഥന തിരസ്കരിക്കപ്പെടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോമ്പുകാരൻ എപ്പോൾ പ്രാർത്ഥിച്ചാലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. എങ്കിലും ഒന്ന് രണ്ട് നേരം, 2-3 നേരം പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, എല്ലാ ഫർദ് നിസ്കാരത്തിന്റെ ശേഷവും സാധാരണ നിലയിൽ തന്നെ പ്രാർത്ഥന സ്വീകരിക്കുന്ന സമയമാണ്. അതാണ് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒട്ടനെ എണ്ണയിട്ട് ഓടരുത്. അവിടെ നിന്നിട്ട് ഒരല്പസമയം അങ്ങനെ കുറെ സംഗതികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ അൻതസ്സലാം മിൻകസ്സലാം വലൈക അർജുസ്സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം ഒക്കെ പറഞ്ഞു. അതൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രാർത്ഥന, മക്തൂബായ നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന. അത്തഹിയ്യാത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ അതിനുശേഷം ഒരു പ്രാർത്ഥന അത് തട്ടില്ല എന്നുള്ളതാണ്, അത് തട്ടിക്കളയില്ല എന്നുള്ളതാണ്. അതുപോലെ നോമ്പിന്റെ സുഹൂറിന് ശേഷം, അത്താഴം കഴിച്ചതിന് ശേഷമുള്ള, അതായത് രാത്രി 2 മണിക്ക് സുബഹിക്ക് മുമ്പുള്ള ഇടയിലുള്ള സമയം, രാവിലെ 3 എന്നൊക്കെ പറയാം. നോമ്പിനത് വളരെ എളുപ്പമാണ്. അത്താഴം കഴിക്കൽ പ്രബലമായ ഒരു സുന്നത്തായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു. 1 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഒരുപാട് വാങ്ങി കഴിക്കണം എന്നല്ല അത്. ആ സമയത്ത് എഴുന്നേൽക്കുകയും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് 1 ഗ്ലാസ് വെള്ളം കുടിക്കുകയും ചെയ്യുക. അത് അത്താഴമായി പരിഗണിക്കും. അതിൽ അതിൽ അനുഗ്രഹമുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അത് പ്രബലമായ ഒരു സുന്നത്താണ്. അപ്പൊ അത്താഴം കഴിക്കാൻ മനുഷ്യൻ സ്വാഭാവികമായിട്ടും എഴുന്നേൽക്കുമ്പോൾ കുറഞ്ഞ നേരം, ഒരല്പനേരം മുൻപ് എഴുന്നേറ്റാൽ അവനൊരു 3 റക്അത്തോ 5 റക്അത്തോ 7 റക്അത്തോ മാക്സിമം 10 റക്അത്ത്, ഓരോരുത്തരുടെ സൗകര്യം 1 റക്അത്ത് നിസ്കരിച്ചാലും മതിയാവും. വിത്ർ ആ സമയത്ത്, അതല്ല 3 ആണെങ്കിൽ 2 ശഫയും 1 വിത്റുമാക്കാം. അതല്ല 5ഉം 7ഉം ആണെങ്കിൽ 7നും ഒരുപാട് ഹദീസുകളെ തെളിവുണ്ട്. ഇബ്നു അബ്ബാസിൽ നിന്ന് വന്ന തെളിവുകൾ റസൂല് രാത്രിയിൽ 7 റക്അത്ത് നിസ്കരിച്ചിരിക്കുന്നു എന്നതാണ്. ഒറ്റയ്ക്ക് രാത്രിയിൽ 11 വരെ നിസ്കരിച്ചിരിക്കുന്നു. അതിന്റെ പേരിൽ തർക്കം ഉണ്ടാക്കണ്ട. 20 ആണോ 8 ആണോ അതിന് ബ്രഷടിച്ച് നാട് മുഴുവൻ കോലാഹലം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അള്ളാഹുമായി അടുക്കാൻ തമ്പുരാൻ പറഞ്ഞു തന്നൊരു മാർഗം, അതിന് തർക്കമുണ്ടാക്കി കുഴപ്പമുണ്ടാക്കണ ഇബ്ലീസിന്റെ പണിയാണ് യഥാർത്ഥത്തിൽ സമുദായം ചെയ്യണം. അത് ചെയ്യാൻ പ്രേരിപ്പിക്കുകയല്ല എന്നുള്ളതാണ്. സാന്ദർഭികമായി ഇത് സൂചിപ്പിച്ചതാണ്. അന്നേരം പ്രാർത്ഥന, അതായത് നമുക്ക് മനസ്സിലാവുന്ന, അല്ലെങ്കിൽ ആ അന്നത്തെ കാലഘട്ടത്തിലെ അറബികൾക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ റസൂൽ വിശദീകരിച്ചു. ആ സന്ദർഭത്തിൽ ആകാശത്ത്, 1-ാം ആകാശത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ അല്ലാഹ് എവിടെയും കുത്തിയിരിക്കുകയാണ് ഇറങ്ങി വരും എന്നുള്ള അർത്ഥത്തിലല്ല. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിൽ അല്ലാഹു തആലയുടെ കാരുണ്യം കൂടുതൽ വർഷിക്കുമെന്ന് പറഞ്ഞതുപോലെ ഈ പ്രത്യേക സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം നമ്മളിൽ കൂടുതൽ വർദ്ധിക്കും, കൂടുതലുണ്ടാവും. അതായത് പ്രാർത്ഥന കേൾക്കാനുള്ള കാര്യം. ആരാണ് എന്നോട് ചോദിക്കാനുള്ളത്? അവൻ ചോദിക്കട്ടെ, ഞാൻ കൊടുത്തോളാം. ആരാണ് എന്നോട് കാവൽ അപേക്ഷിക്കുന്നത്? അവന് നാം കാവൽ നൽകാം. ആരാണ് എന്നോട് സംരക്ഷണം ചോദിക്കുന്നത്? അവന് നാം സംരക്ഷണം നൽകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹു അടിമകളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സന്ദർഭമാണ് ഈ സുഹൂറിന്റെ സമയം, സുബഹിക്ക് മുമ്പുള്ള. അത് കഴിഞ്ഞ ഒരു സമയം, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത് നോമ്പ് തുറക്കുന്ന നേരമാണ്. നോമ്പ് തുറക്കുമ്പോൾ അള്ളാഹു നമ്മൾ തമ്മിൽ യാതൊരു മറയുമില്ലാത്ത ഒരു ബന്ധം ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന
ഒരു ബന്ധം. ആ സന്ദർഭത്തിൽ നിന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇബ്നു അബ്ബാസ് നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പ് മക്കളെയൊക്കെ വിളിച്ചിരുത്തി തസ്ബീഹൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഒരേ സഹാബിമാൻ നമ്മൾ അന്നേരം ഇങ്ങനെ ഈ സമോസ ഉണ്ടാക്കുന്നതിന് ജ്യൂസ് അടിക്കുന്നതിന്റെ അവസാന പാദത്തിലാണ്, ഏറ്റവും രുചികരമായ ഭക്ഷണം ഉണ്ടാക്കുന്നതിന്റെ അവസാന പാദത്തിൽ തിരക്ക് പിടിച്ച്, പ്രത്യേകിച്ച് സഹോദരിമാര് ആ സമയം ആകുമ്പോഴാണ് ചായ ഉണ്ടാക്കുക. കാരണം ചായ തണുത്തു പോലും, ഇയാളുടെ ചായ തണുത്തു പോയി കഴിഞ്ഞാൽ ദേഷ്യം പിടിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് അസമയത്തിന് ചായ ഉണ്ടാക്കണമെന്നാണ്. ഏതോ ഒരു നൂറ്റാണ്ടിൽ ജീവിക്കേണ്ട മനുഷ്യന്മാരാണ് പോലെയാണ് നമ്മുടെ ആളുകൾ പെരുമാറുന്നത്. ഈ പെണ്ണുങ്ങൾക്കൊന്നും ആവശ്യമില്ല. അള്ളയും റസൂലും നോമ്പും ഇസ്തിഗ്ഫാർ തൗബയും കാക്കമാരൊന്നും തലയിൽ കയറില്ല. കാരണം ചൂടി ചായ നിൽച്ചുള്ളതാണ്. എത്രയോ അനുഭവങ്ങൾ ഉണ്ടെന്നുള്ള അതൊക്കെ ഒരു 5-10 മിനിറ്റ് മുമ്പ് അവസാനിപ്പിക്കണം. കാക്ക തണുത്ത കുടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പോകാൻ നിൽക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ സമയത്തും കൂടി അവരെ അടുക്കളയിലിട്ട് കെട്ടിയിടുന്ന ഒരു രീതി. നമുക്ക് തന്നെ തൗബയും ഇസ്തിഗ്ഫാറും മനസ്സിലാക്കുന്നതൊക്കെ ആവശ്യമുണ്ട്. അവർക്ക് ഇതൊന്നും വേണ്ട, അടുക്കളയിൽ എങ്ങനെ പണിയെടുത്തോളണം എന്നുള്ള ഒരു ചിന്താഗതി, ഒരു മെയിൽ ഷോവനിസം ഇപ്പോഴും നടക്കുന്ന പല ഗ്രാമങ്ങളും വീടുകളും ഉണ്ട് എന്നുള്ളത് പലപ്പോഴും പല കൗൺസിലിങ്ങിന് വരുമ്പോൾ പല ആളുകളും പറയാറുണ്ട്. വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാണ്. ഒരു 5-10 മിനിറ്റ് മുമ്പ് അതൊക്കെ അവസാനിപ്പിക്കണം. എല്ലാ പാചകം ചെയ്യലും, എല്ലാ വേചാരങ്ങളും, എല്ലാ വർത്തമാനങ്ങളും അവസാനിക്കണം. എന്നിട്ട് നോമ്പ് തുറക്കാൻ കാത്തിരിക്കുന്ന ഒരു പ്രതീക്ഷാനിർഭരമായി കാത്തിരിക്കുന്ന ഒരു മനസ്സ്, എന്നിട്ട് സ്വന്തം രക്ഷിതാവിലേക്ക് തിരിഞ്ഞൊരു പ്രാർത്ഥന. അങ്ങനെ ഒരു ആഴ്ച പ്രാർത്ഥിച്ചു. ഇനിയുണ്ടല്ലോ ആഴ്ചകളോളം പ്രാർത്ഥിച്ചു. തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാകും, പരിവർത്തനം ഉണ്ടാകും. ഒരു സംശയമില്ലാത്ത കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും മറ്റുള്ളവർ ആ കാലഘട്ടത്തിൽ സ്വായത്തമാക്കിയവർ പ്രായോഗിക ജീവിതത്തിൽ നടപ്പാക്കിയതുമായ കാര്യങ്ങളാണ്. അവർക്ക് മാറ്റം ഉണ്ടാകും. നമ്മളിങ്ങനെ പരമ്പരാഗതമായ രീതിയിൽ നോമ്പ് പിടിച്ച് നിസ്കാരം നടത്തി ഇതൊക്കെ കൊടുത്തിട്ട് മാറാത്തെന്ന് വെച്ചാൽ ഇത് ഉള്ളിൽ തട്ടുന്നില്ല എന്നുള്ളതാണ്. ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നില്ല. അവനവന്റെ ഉള്ളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലണം. എനിക്കും എൻ്റെ കുടുംബത്തിനും നന്മയുണ്ടാവണം, പാപമോചനം ലഭിക്കണം, സ്വർഗപ്രവേശനത്തിന് അനുമതി ലഭിക്കണം ഈ റമദാനിൽ എന്ന ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടാവണം. എല്ലാ പാപങ്ങളും ഇസ്തിഗ്ഫാർ ചെയ്താലുള്ള പ്രയോജനത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇസ്തിഗ്ഫാർ ഫർളാണ്, നമസ്കാരത്തെ പോലെ തന്നെ. നമസ്കാരത്തിൽ ഒരുപാട് ഇസ്തിഗ്ഫാർ ഉണ്ട് എന്ന് നമുക്കറിയാം. വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. നമുക്ക് വേണ്ടി മാത്രം ഇസ്തിഗ്ഫാർ ചെയ്താൽ പോരാ, എല്ലാ സത്യവിശ്വാസികൾക്കും വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യൽ ഓരോ സത്യവിശ്വാസിയുടെയും കർത്തവ്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. വലിയൊരു സംഗതിയാണ് മറ്റുള്ളവന് വേണ്ടി ദ്വാരക്കുക. അത് വലിയൊരു സംഗതിയാണ്. അറിയാലോ, ദ്വാരപ്പിക്കാൻ വേണ്ടി പലരും പറയാറുണ്ട്. മരിച്ചാൽ ദ്വാരക്കാൻ, സുഖമില്ലായിരുന്നാൽ ദ്വാരക്കാൻ, സാമ്പത്തിക ഇടപാട് പ്രശ്നമായ ദ്വാരക്കാൻ, ആരോഗ്യത്തിന് വേണ്ടി ദ്വാരക്കാൻ, പരസ്പരം എന്ന് പറയുന്നത് പോലെയാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് പറയും, വസ്തഗ്ഫിർ ലിദംബിക, നിന്റെ പാപങ്ങൾക്ക് നീ മോചനം തേടുക. വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുസ്ലിം മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും, അതായത് സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും ഇത് നമുക്ക് ബാധകമായ ഒരു ഇൻസ്ട്രക്ഷനാണ്, ഒരു നിർദ്ദേശമാണ്. നമ്മൾ നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. നമ്മുടെ മാതാപിതാക്കൾക്ക്, ഭാര്യസന്താനങ്ങൾക്ക്, സഹോദരങ്ങൾക്ക്, സുഹൃത്തുക്കൾക്ക്, നാട്ടാർക്ക്, മുൻകാല സത്യവിശ്വാസികൾക്ക്, മുഴുവൻ സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അത് നമ്മുടെ ഒരു ബാധ്യതയാണ്. ഓരോ സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അതിന്റെ പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്താൻ മലക്കുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരാൾ 70 പ്രാവശ്യം അല്ലാഹുമ്മ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന് പറഞ്ഞാൽ മൊത്തം സത്യവിശ്വാസികൾ പ്രാർത്ഥിച്ചതിന്റെ പ്രാർത്ഥനയുടെ ഫലം അവന്റെ റെക്കോർഡിൽ രേഖപ്പെടുത്തപ്പെട്ടത് എന്ന് ചില റിപ്പോർട്ടുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വസ്തഗ്ഫിറുല്ലാഹ് ഇന്നല്ലാഹ കാന ഗഫൂറൻ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇസ്തിഗ്ഫാർ ചെയ്തത്. അവന് ഗഫൂറാണ്, റഹീമാണ്, അതായത് കാരുണ്യവാനാണ്, പൊറുക്കുന്നവനാണ്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. വളരെ ഗൗരവമുള്ള ഏത് സംഗതി ലഭ്യമാകുമ്പോഴും, വിജയം മക്കാവിജയം ഉണ്ടായപ്പോ ആഹ്ലാദിച്ച് തിമിർത്ത് ചാടാനല്ല അല്ലാഹു അവന്റെ പ്രവാചകനോട് നിർദ്ദേശിച്ചത്. ഫസബ്ബിഹ്, ഇത് നേടിത്തന്ന നിന്റെ രക്ഷിതാവിന്റെ നാമം നീ ഉയർത്തി പറയുക, അതിനെ പ്രകീർത്തിക്കുക. ബിഹംദി റബ്ബിക, അവന്റെ അവദാനങ്ങൾ, സ്തുതിഗീതങ്ങൾ നീ വാഴ്ത്തുക. എന്നിട്ട് വസ്തഗ്ഫിർഹു, നീ അവനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക. ഇന്നഹു കാന തവ്വാബ, അവൻ തൗബ സ്വീകരിക്കുന്നവൻ, അതായത് മടങ്ങി ചെന്നാൽ ചാർജ് ചെയ്തു നൽകുന്നവനാണ്
അങ്ങോട്ട് ചാർജിന് വേണ്ടി ചെന്നാൽ ആ ചാർജ് നിങ്ങൾക്ക് നൽകുന്നതാണ്, ശക്തി നിങ്ങൾക്ക് നൽകുന്നതാണ്. വേറെ സ്ഥലത്തുള്ള അത് ശക്തി ഖുവ്വത്ത് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ശക്തി എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അവനിലേക്ക് അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. ഈ ആയത്ത് വന്നതിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഈ ആയത്ത് വന്നതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതാന്ത്യം വരെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്ന് പറഞ്ഞിരുന്നു. അത് നമസ്കാരത്തിലും പറഞ്ഞിരുന്നു, അല്ലാത്ത സന്ദർഭങ്ങളിൽ പറഞ്ഞു സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. അതുകൊണ്ടാണ് എല്ലാം തന്നെ വബിഹംദിഹി സുബ്ഹാനല്ലാഹ് തസ്ബീഹുണ്ട്, തഹ്മീദുണ്ട്, ഇസ്തിഗ്ഫാർ ഉണ്ട്, തൗബ ഉണ്ട്, 4 എണ്ണം ഉണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. ഇനി ആരെങ്കിലും ഒരു അക്രമം പ്രവർത്തിച്ചു പോയി അല്ലെങ്കിൽ തെറ്റ് ചെയ്തു, വമൻ യഅമൽ സൂഅൻ ഔ യളിൽ നഫ്സഹു ثم يستغفر الله يجد الله غفورا رحيما. ആരെങ്കിലും ഒരു അക്രമം പ്രവർത്തിച്ചു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാപം പ്രവർത്തിച്ചു പോയി കഴിഞ്ഞാൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഖേദിച്ച് മടങ്ങുകയാണെങ്കിൽ അല്ലാഹുവിനെ ഗഫൂറായി റഹീമായി അവനെ കാണാൻ ശ്രമിക്കും. പാപം പുറത്തു തരുന്നവനും അനുഗ്രഹപൂർണനുമായി അവനെ കാണാൻ സാധിക്കും. ഇത് വിശ്വാസത്തിന്റെ കാര്യമാണ്. പാപത്തിൽ ഉറച്ചു നിൽക്കാത്തിടത്തോളം, ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം പാപത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. ഒരാൾ ഒരു തെറ്റ് ചെയ്തു, തൗബ ചെയ്തു, പിന്നും തെറ്റ് ചെയ്തു, തൗബ ചെയ്തു, പിന്നും തെറ്റ് ചെയ്തു, തൗബ ചെയ്തു. അങ്ങനെ കുറെ ആവുമ്പോ ആ തെറ്റ് ചെയ്യാൻ അയാൾക്ക് ഒരു ലജ്ജ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. പിന്നെ ആ തെറ്റ് ചെയ്യില്ല. അങ്ങനെ ഓരോ തെറ്റിൽ നിന്നും തൗബ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തെറ്റാവർത്തിച്ചാൽ പോലും കുറച്ച് കഴിയുമ്പോൾ ആ തെറ്റ് ചെയ്യാൻ അവനൊരു ലജ്ജ ഉണ്ടാവും. നമുക്കറിയാം സാധാരണ ഭാര്യാഭർത്തൃ ബന്ധം ഒരു സംഗതി പറഞ്ഞു ആ പോട്ടെ പറഞ്ഞു, പിന്നും അത് തന്നെ ചെയ്യാം, സാധാരണ ചെയ്യില്ല. പക്ഷെ രണ്ടാമത് ചെയ്തു കഴിഞ്ഞാൽ പിന്നും ചെയ്യില്ല. അങ്ങനെ മനുഷ്യബന്ധങ്ങളിൽ പോലും ഒരു സംഗതി, മോശമായ സംഗതി ആവർത്തിച്ച് 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 ചെയ്യാറില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആരെങ്കിലും ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ടായിരുന്നാൽ അവന് പിന്നെ ആ സംഗതി ചെയ്യാതിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി കൊടുക്കുന്നുള്ള. അതേപോലെ ഇന്നീ അസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി 100 മറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ ദിവസത്തിൽ നിസ്കാരത്തിലല്ലാതെ തന്നെ 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നൊക്കെ പറയുന്നുണ്ട് എന്നാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി 100 പ്രാവശ്യം റസൂൽ ഒരു സ്ഥലത്തിൽ നിന്ന് തന്നെ പറഞ്ഞതായിട്ട് അബൂ ഹുറൈറയുടെ മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്നാരെങ്കിലും പറഞ്ഞാൽ അവൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയ അവനാണെങ്കിൽ പോലും അവന്റെ തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്ന മഹാപാപങ്ങൾ 2 പാപങ്ങൾ പെട്ടതാണ്. ഒരിക്കലും സത്യവിശ്വാസികൾ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ പാടില്ല. അങ്ങനെ ചെയ്തു പോയാൽ പോലും അവൻ പുറത്തു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല റെഡിയാണ്, സന്നദ്ധമാണ്. അപ്പൊ അത് ഏറ്റവും പുണ്യകരമായ ദിവസങ്ങളിൽ നിങ്ങൾ മത്സരിച്ച് മുന്നേറുക. ഒരുപാട് മത്സര പരീക്ഷകളുണ്ട്, കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസ് ഒരുപാട് നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി മത്സരിക്കുന്നുണ്ട്, ജോലി കിട്ടാൻ വേണ്ടി മത്സരിക്കുന്നുണ്ട്, കച്ചവടം നന്നാക്കാൻ വേണ്ടി മത്സരിക്കുന്നുണ്ട്, കാറ് അതിന് അന്തസ് കിട്ടാൻ വേണ്ടി കാറിന്റെ കാര്യത്തിൽ മത്സരിക്കുന്നുണ്ട്, വീടിന്റെ കാര്യത്തിൽ മത്സരിക്കുന്നുണ്ട്, മതിലിന്റെ കാര്യത്തിൽ മത്സരിക്കുന്നു. വീടിന്റെ മതിലിന്റെ കാര്യത്തിൽ പോലും മനുഷ്യന്മാർ തമ്മിൽ മത്സരമുണ്ട്. ഷർട്ടുകളുടെ കാര്യത്തിൽ മത്സരിക്കാറുണ്ട്, അതുപോലെ തന്നെ ഷൂവിന്റെ കാര്യത്തിൽ മത്സരിക്കാറുണ്ട്. അതായത് അവന്റെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ മറ്റുള്ളവരോട് മത്സരിക്കാറുണ്ട്. അങ്ങനെ ജീവിതത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നോക്കിയാൽ മത്സരം 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 ഒരു വലിയൊരു സ്വഭാവമാണ്. പക്ഷെ അതിനൊന്നും അല്ല മത്സരിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മത്സരിച്ച് മുന്നേറേണ്ടത് എവിടെയാണ് എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾ മത്സരിച്ച് മുന്നേറിക്കൊള്ളുക, ഓടി വരിക ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിന്റെ പാപമോചനത്തിലേക്ക് മത്സരിച്ച് മുന്നേറുക. ഭൗതികമായ ഏത് സംഗതിയുടെ മത്സരിച്ചുള്ള മുന്നേറ്റവും യഥാർത്ഥത്തിൽ അവന് വലിയ പ്രയോജനമൊന്നും കൂടുതലാകാൻ കൊടുക്കൂല. അതേസമയം അല്ലാഹുവിന്റെ മാർഗത്തിലേക്കുള്ള മത്സരിച്ചുള്ള മുന്നേറ്റം അവന് ശാശ്വതമായ സ്വർഗം നേടിക്കൊടുക്കുന്നതാണ്. ആ സ്വർഗത്തിലേക്ക് അതിന്റെ പ്രവിശാലത ഈ മഹാപ്രപഞ്ചങ്ങളുടെ പ്രവിശാലതയെ പോലെയാണ്. വഴിദത്തിൽ മുത്തഖീൻ, അത് യഥാർത്ഥത്തിൽ സൂക്ഷ്മാലുക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാർ ചെയ്ത് വെച്ചിരിക്കുന്ന സംഗതിയാണ്. ആ സൂക്ഷ്മാലുക്കളുടെ 2-3 സവിശേഷതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നു. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ, ക്ഷാമത്തിലും ക്ഷേമത്തിലും
അവര് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണ്. നമ്മുടെ ധനത്തിന് ഒരു നിശ്ചിത വിഹിതം സക്കാത്ത് കൊടുക്കണമെന്നറിയാം. സക്കാത്ത് കൊണ്ട് ധനത്തിന്റെ ബാധ്യത തീരുന്നില്ല എന്നുള്ളതാണ്. ഇൻഫാഖും ഫീ സബീലില്ലാഹി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഖുർആനിൽ 70-ലധികം തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. അവനവന്റെ ധനത്തിൽ നിന്ന് 2% കൊടുത്തിട്ട് അത് വിഹിതം കഴിയൂ എന്നൊന്നും ആരും വിചാരിച്ചിരിക്കേണ്ടതില്ല. അതായത് സക്കാത്ത് മാത്രം കൊണ്ട് ധനത്തിന്റെ ബാധ്യത കഴിയുന്നില്ല. നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ധനം ചെലവഴിക്കുവാനുള്ള ഒരു മനസ്സുണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ അള്ളാഹുവിനുള്ള കർത്തവ്യം വിടുക. അതങ്ങനെ ചെയ്യുന്നവരാണ്. അവർക്ക് ക്ഷാമം ഉണ്ടാകുമ്പോ അവർ അന്താളിച്ച് ബേജാറായി ദാരിദ്ര്യം കൊണ്ട് കണ്ണണമയെന്ന് പറഞ്ഞ് ചൂടായി അതടിച്ചു പിടിച്ച് ഇതടിച്ചു പിടിച്ച് മറ്റവനെ കുറ്റം പറഞ്ഞ് അവിടെ പോയി ലോൺ എടുത്ത് ഇവിടെ പോയി കുഴപ്പമുണ്ടാക്കി അവിടെ വെട്ടിപ്പിടിച്ച് അതൊന്നും ചെയ്യില്ല. ശാന്തവും സമാധാനപരമായി അള്ളാഹുവിന്റെ വിധിയിൽ ക്ഷമിച്ചുകൊണ്ട് അവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോഴും അവന്റെ കൈവശം ഉള്ളതിൽ നിന്ന് അവൻ ചെലവഴിച്ചുകൊണ്ടേയിരിക്കും. സന്തോഷം ഉണ്ടാകുമ്പോ, പണം ഉണ്ടാകുമ്പോ, ലാഭം ഉണ്ടാകുമ്പോ അവനങ്ങനെ തുമർത്ത് തള്ളി എല്ലാം ദാമദവുമായി അടിച്ച് തകർത്ത് കളയില്ല. അവൻ മിതപേക്ഷിക്കുകയും അവന്റെ മറ്റുള്ളവരാളുകളുടെ കാര്യങ്ങൾ പരിഗണിക്കുകയും ചെയ്യുന്ന ആളായിരിക്കും. അവൻ ദേഷ്യം വരുമ്പോൾ അത് കടിച്ചിറക്കുകയും ജനങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യും. രണ്ട് തരത്തിലെ ദേഷ്യം കടിച്ചിറക്കും. ഒന്ന് ക്ഷമിച്ചുകൊണ്ട് കടിച്ചിറക്കും, പിന്നീട് വൈരാഗ്യം തീർക്കാൻ പിന്നീട് സൗകര്യം കിട്ടുമ്പോൾ ചെയ്തോളാന്നുള്ളതിനെ കടിച്ചിറക്കും. അതല്ല ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അങ്ങനെ പിന്നീട് പകരം വീട്ടാൻ കടിച്ചിറക്കുന്ന ദേഷ്യം അവന്റെ ശരീരത്തെ തന്നെ നശിപ്പിക്കുമെന്നുള്ളതിൽ ഒരുപാട് തെളിവുകളുണ്ട്. കാര്യം മനുഷ്യ മനസ്സിൽ ദേഷ്യം കടിച്ചിറക്കി കൊണ്ടു നടന്നാൽ അവന് ടെൻഷൻ വർദ്ധിക്കുകയും കുടൽപ്പുണ്ണുണ്ടാവുകയും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും സെറിബ്രൽ ഹെമറേജ് ഉണ്ടാവുകയും ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാത്തരം ഞരമ്പ് രോഗങ്ങൾക്കും കാരണമായ ടെൻഷൻ, അതായത് കൽക്കും ഹോഫൊക്കെ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ദേഷ്യം കടിച്ചിറക്കാനല്ല, മനസ്സ് പുറത്തു കൊടുത്തുകൊണ്ട് ദേഷ്യം വിഴുങ്ങിക്കളയാൻ, ദേഷ്യപ്പെട്ട് ചാടിക്കളിക്കാതെ വിഴുങ്ങിക്കളയാനുള്ള ഒരു സ്വഭാവ വിശേഷം ഈ സത്യവിശ്വാസികൾക്ക് ഉണ്ടാവുന്നതാണ്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ഇങ്ങനെയുള്ള നന്മയുള്ള മനുഷ്യരെ, സജ്ജനങ്ങളായ ആളുകളെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു. അവർ ഇസ്തിഗ്ഫാറിലൂടെ തൗബയിലൂടെയാണ് അത് നേടിയെടുക്കുന്നത് എന്നാണ് ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. അങ്ങനെ ഇത്തരം സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച് സജ്ജനങ്ങളുടെ കൂട്ടത്തിലാവാൻ ഇസ്തിഗ്ഫാറും തൗബയും ഒക്കെ സ്ഥിരമാക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه. سبحانك لا نحصي ثناء كما اثنيت نفسه لك الحمد حتى ترضى. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. ايها الاخوه الاحباب ഓസിക്കും ثانيا بتقوى الله. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണം എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, നമസ്കരിക്കുകയാണ്. ഈ സത്യവിശ്വാസികളുടെ ഗുണഗണങ്ങൾ പറഞ്ഞെടുത്ത കൂട്ടത്തിൽ 1-2 കൂടി ആയത്തിന്റെ പിന്നാലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ്. അവര് നേരത്തെ പറഞ്ഞതുപോലെ ക്ഷാമത്തിലും ക്ഷേമത്തിലും ചെലവഴിക്കുന്നവരും ദേഷ്യം കടിച്ചിറക്കുന്നവരുമാണ് എന്നതോടൊപ്പം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള പാപം ചെയ്തു പോയാൽ അല്ലെങ്കിൽ നീചകർമ്മം ചെയ്തു പോയാൽ, ഫാഹിഷ അങ്ങേയറ്റത്തെ നീചകർമ്മം അത് ചെയ്തു പോയാൽ, ഔ ളലമൂ അൻഫുസഹും അല്ലെങ്കിൽ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചാൽ, ആത്മദ്രോഹം ചെയ്താൽ, ദക്കറുല്ലാഹ് അവരല്ലാഹു നോക്കും. ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം അവരുടെ നന്മന്, അവരുടെ തെറ്റുകൾക്ക്, പാപങ്ങൾക്ക് അല്ലാഹുവിനോട് പാപമോചനം തേടും. അപ്പൊ പാപമോചനം തേടിക്കൊണ്ടേയിരിക്കുക എന്നത് മുത്തഖിയുടെ, മുഅ്മിനിന്റെ, മുസ്ലിമിന്റെ ഒരു ലക്ഷണമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഒരു പാപമോചന അഭ്യർത്ഥനയുള്ള, ഒരു പാപമോചന തേട്ടമുള്ള മനസ്സില്ലെങ്കിൽ അവന്റെ ഉള്ളിൽ സത്യവിശ്വാസമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആ പാപമോചനത്തിന് പറ്റിയ 10 ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ വെച്ച് നോക്കിയിരിക്കുന്നു. ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്തുന്ന ഏറ്റവും മഹാസൗഭാഗ്യമായ രീതിയിലുള്ളതാണ്. എന്നിട്ട് അല്ലാഹു ചോദിക്കും, ആരാണല്ലോ അല്ലാഹു അല്ലാതെ ഈ പാപങ്ങളൊക്കെ പുറത്തു തരിക? വേറൊരു വഴിയില്ല, അങ്ങോട്ട് തന്നെ പോകുക എന്നുള്ള. മാത്രമല്ല
അവർ നീച കൃത്യം ചെയ്താൽ, അക്രമം ചെയ്താൽ, വല്ലം യസ്റു അലാ മാ ഫഅലു വഹും യഅലമൂൻ, അവരത് പിടിച്ചിട്ടില്ല. തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ അത് ന്യായീകരിച്ച് നടക്കില്ല. തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് സമ്മതിക്കുകയും അതിന് സോറി പറയുകയും മനുഷ്യന്മാരോട് അള്ളാഹിനോട് പാപമോചനം തേടുകയും ചെയ്യും. അത് പിടിച്ചു നിൽക്കില്ല എന്നുള്ളതാണ്. അത് അവന്റെ മനസ്സിന്റെ ഒരു ഉണർവിനും ഉത്തേജനത്തിന് അനിവാര്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു. അവർക്കാണ് ഈ പാപമോചനമുള്ളത്. അനുഗ്രഹത്തിന്റെ 10 കഴിഞ്ഞ് പാപമോചനത്തിന്റെ 10ലേക്ക് വരുമ്പോ ആർക്കാണ് പാപമോചനമുള്ളത് എന്ന് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞു. ചെലവഴിക്കും, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കും. ഉണ്ടെങ്കിലും ഉള്ളത് കൊടുക്കുക. അത് ഹൃദയംഗമായ ഒരു സത്യവിശ്വാസത്തോടെ കൊടുക്കുക. ആളുകളോട് വളരെ മയത്തിലും മാന്യതയിലും പെരുമാറുക. ദേഷ്യം എന്നാൽ കടിച്ചെടുക്കുക, അത് പ്രകടിപ്പിക്കാതിരിക്കുക. സാധാരണ നിലയിൽ ഒരു മനുഷ്യനുണ്ടാവുന്ന ഒരു വികാരമാണ്, ഉണ്ടാവും. പക്ഷെ ദേഷ്യം വന്നാലും അത് തൊട്ടപ്പുറത്ത് പറഞ്ഞില്ലേ, ദേഷ്യം വന്ന് ഇവിടെ ആയിപ്പോയെങ്കിലും പിന്നെ അതിൽ ഉറച്ചു നിൽക്കാതെ എന്റെ പ്രത്യേകിച്ച് ഒരു വികാരം വന്നുപോയതാണ് എന്ന് പറയുന്നവനാണ് ഏറ്റവും വലിയ മാന്യം. അതൊക്കെ അയാളുടെ കണക്ഷൻ ഭയങ്കര. ദേഷ്യം വന്നാൽ വിഴുങ്ങുക എന്ന് പറഞ്ഞിട്ട് 2 കഴിഞ്ഞ് ഉടനെ പറയണത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയാൽ, അതിനേക്കാൾ മാറ്റമായി ചെയ്തു പോയാലും അതിലവൻ ഉറച്ചിട്ടില്ല. അവനത് മനുഷ്യരോടാണെങ്കിൽ സോറി എന്ന് പറഞ്ഞു, അള്ളാഹുവിനോടാണെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ് അവൻ ക്ലിയർ ആക്കും, അവന്റെ മനസ്സ് ക്ലിയർ ആക്കും. അതിനെ ഉറച്ചിട്ടില്ല. അത്തരം ആളുകൾക്ക് പാപമോചനമുണ്ട്. അവർക്ക് പാപമോചനത്തോടൊപ്പം തന്നെ നേരത്തെ ഈ പ്രവർത്തകർക്ക് ഏറ്റവും നല്ല പ്രതിഫലം താഴ്ഭാഗങ്ങളിലൂടെ അരുവികളൊഴുകുന്ന നിത്യാനന്ദത്തിന്റെ സ്വർഗ്ഗാരാമം. അതൊരു കഥയല്ല, അതൊരു ഡിറ്റക്റ്റീവ് നോവലിലുള്ള ഏതോ ഒരു സംഗതി, വിദൂര സാധ്യതയുള്ള ഏതോ ഒരു അപസർപ്പക കഥയല്ലത്. സ്വർഗം എന്നത് അടുത്ത നിമിഷം നമ്മൾ കടന്നു പോകാനുള്ള ഒരു വാതായനമാണ്. അത് കഴിഞ്ഞാൽ, മരണമെന്ന വാതായനം കഴിഞ്ഞാൽ സ്വർഗത്തിലോ നരകത്തിലോ എത്തപ്പെടും. സ്വർഗത്തിലെത്തിയില്ലെങ്കിൽ ഒരു രക്ഷയുമില്ല എന്നുള്ളത് ഏത് ബുദ്ധിയുള്ള മനുഷ്യനും മനസ്സിലാക്കാൻ പര്യാപ്തമായ ഒരു സംഗതിയാണ്. നമ്മൾ ഓരോ അടിയും സ്വർഗത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്തിഗ്ഫാറിലൂടെ, തൗബയിലൂടെ അനന്തമായ ജീവിതം, ഒരിക്കലും അവസാനിച്ചു പോകാത്ത ആനന്ദം, അനുഭൂതിപൂർവകമായ ആനന്ദം. ആ ആനന്ദം മുന്നിൽ കാണുമ്പോ ഈ നോമ്പിന്റെ ദാഹവും വിശപ്പും വേദനയും ബന്ധപ്പാടും കഷ്ടപ്പാടുമൊക്കെ അനുഭൂതിപൂർവകങ്ങളാവും. ആശ്വാസമാവും, ആസ്വാദനമാവും, ആശ്വാസദായകമാകും എന്നുള്ളതാണ്. അപ്പൊ അത് വളരെ വളരെ ആഴത്തിലൊന്ന് മനസ്സിലാക്കിയെടുക്കുന്നതാണ്. നമ്മളെ നന്നാക്കാൻ, നമ്മുടെ ശരീരം നന്നാക്കാൻ, നമ്മുടെ മനസ്സ് നന്നാക്കാൻ, ബന്ധങ്ങൾ നന്നാക്കാൻ, കുടുംബ ഭദ്രത ഉറപ്പുവരുത്താൻ, ഭാര്യയും ഭർത്താവും കൂടുതൽ സ്നേഹിക്കാൻ, മക്കളും വാപ്പയും ഉമ്മയും കുടുംബക്കാരും കൂടുതൽ സ്നേഹിക്കാൻ, അങ്ങനെ കാരുണ്യത്തിന്റെ കുത്തൊഴുക്ക് ആകാശ ലോകത്ത് നിന്ന് ഇങ്ങനെ ഇറക്കി വിട്ടിരിക്കുന്ന ഈ മഹാമാസം, അതാണ് കാരുണ്യത്തിന്റെ മാസം. അനുഗ്രഹം ഇങ്ങനെ ആകാശ ലോകത്തുനിന്ന് പേമാരിയേക്കാൾ ശക്തമായി ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മാസം, ആ മാസം കൈവശമുണ്ടായിച്ച്, ആ മാസത്തിൽ ദിനങ്ങളുണ്ടായിച്ച്, ആ മാസത്തിൽ ആരോഗ്യമുണ്ടായിച്ച്, ആ മാസത്തിൽ ജീവിച്ചിരിക്കാൻ സൗഭാഗ്യമുണ്ടായിച്ച്, ഇതൊന്നും അറിഞ്ഞില്ല, കണ്ടില്ല, കേട്ടില്ല എന്ന് വന്നാൽ അവനെ പോലെ ദൗർഭാഗ്യവാൻ പിന്നെ ഭൂമിയിൽ മറ്റൊരാൾ ജനിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഓരോ സത്യവിശ്വാസിയും മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് കാരുണ്യത്തിന്റെ ആ മഹാപ്രവാഹം, അള്ളാഹു എന്നുള്ള പ്രകാശം, അള്ളാഹുവിന്റെ കാരുണ്യം ഒടുവിൽ അള്ളാഹു തന്നെ നമ്മളെ തേടിയെത്തുന്ന അതിബൃഹത്തായ ഉത്തമമായ ദിവസങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ആകാശം ഭൂമിയെ കയ്യിലെടുത്ത് അമ്മാനമണി മുത്തം വെച്ച ഒരു ദിവസം ഉണ്ടല്ലോ ഭൂമിയുടെ ചരിത്രത്തിൽ, പ്രപഞ്ചത്തിന്റെ ചരിത്രത്തിൽ. അതിനു മുമ്പും അതിനു മുമ്പും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ആ പുണ്യ ദിനത്തിലേക്ക് അങ്ങോട്ടേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോവുകയാണ്. ശരീരവും മനസ്സും ശുദ്ധമാക്കി പ്രവാചകൻ ആ ഖുർആനെ വരവേറ്റതുപോലെ ഓരോ അനുയായിയും ഖുർആനെ വരവേൽക്കാൻ പര്യാപ്തമായ മാനസിക നിലവാരത്തിലേക്ക് ഉയർത്തി ഓരോ നോമ്പുകാരനെയും ഓരോ സത്യവിശ്വാസിയും അല്ലാഹു ഈ നോമ്പിന്റെ നാളിലൂടെ കൈപിടിച്ച് അനയിച്ചുകൊണ്ടേയിരിക്കുന്നു. പോകാൻ തയ്യാറുണ്ടോ എന്നാണ് ഓരോരുത്തരോടുമുള്ള ചോദ്യം. ഇതൊന്നും യഥാർത്ഥത്തിൽ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ച കാര്യം മാത്രമല്ല. മുമ്പും ഇങ്ങനെ പ്രവാചകന്മാരോട്
പറഞ്ഞ് അവരെ അനുയായികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം തള്ളിക്കളഞ്ഞ ആളുകൾ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരം ആളുകളെ നാം കഠിനമായി ശിക്ഷിച്ചിട്ടുണ്ട്. അതായത് ഇതൊക്കെ നിഷേധിച്ചു പോയ ഒരുപാട് കൊമ്പന്മാരുണ്ടായിരുന്നു, വമ്പന്മാരുണ്ടായിരുന്നു, കൊല്ലക്കൊമ്പന്മാരുണ്ടായിരുന്നു. അധികാരത്തിന്റെ ഉന്നത ശ്രേണിയിലിരുന്ന റംസീസ് രണ്ടാമൻ എന്ന ഫറോവ ചക്രവർത്തി, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ കാറൂൺ മുതലാളി, അധികാരത്തിന്റെ മറ്റൊന്ന് ഹാമാൻ എന്ന് പറഞ്ഞ മന്ത്രി, അതുപോലെ നമ്രൂദ് എന്ന് പറഞ്ഞ ആള്, അമ്രൂദ് എന്ന് പറഞ്ഞ മനുഷ്യൻ, അബൂജഹൽ, ഉത്തുബത്തും ഷൈബത്തും പോലെയുള്ള അറേബ്യൻ കാരണന്മാർ, ഇതുപോലെ ചരിത്രത്തിന്റെ നാൽക്കവലകളിൽ ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്ന ഒരുപാട് ബിംബങ്ങളെ തച്ചുടച്ച് ഈ ഭൂമിയുടെ ഉള്ളിലേക്ക് ആഴ്ത്തിക്കളഞ്ഞിരിക്കുന്നു. അവർ ചരിത്രത്തിന്റെ ചവച്ചുകൊട്ടയിലേക്ക് പോയിരിക്കുന്നു. നീ അവരോടൊന്ന് പറഞ്ഞു നോക്കുക, പറഞ്ഞു പഠിപ്പിക്കുക, പറയാ ഈ ഭൂമിയിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്ക്, എന്നിട്ട് നീ ഒന്ന് ഫൻദുറു, എന്നിട്ട് അത് ശരിക്കൊന്ന് ചികഞ്ഞന്വേഷിച്ച് നോക്കി മനസ്സിലാക്കുക. കൈഫകാന ആഖിബത്തുൽ മുകദ്ദിബീൻ. ഇതിനൊക്കെ നിഷേധിച്ച ആളുകള് ഇവിടെ തന്നെ തകർന്നു പോയിരുന്നു. അവര് കുറ്റിയേറ്റു പോയിരിക്കുന്നു. അവരുടെ വംശം ഇല്ലാതായി പോയിരിക്കുന്നു. അവരുടെ ചരിത്രം മോശമായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. അബൂജഹലിനെ കേൾക്കുമ്പോ, നമ്രൂദിനെ കേൾക്കുമ്പോ, ഫറോവനെ കേൾക്കുമ്പോ ആളുകളുടെ മനസ്സിൽ സന്തോഷമോ സംതൃപ്തിയോ മാതൃകയോ അല്ല ഉണ്ടാകുന്നത്. ലയനത്തിന്റെ, അതായത് ശാപത്തിന്റെ ഒരു പ്രത്യേകമായ വികാരമാണ് മനുഷ്യ മനസ്സിലുണ്ടാകുന്നത്. അതേസമയം പ്രവാചകനെ കേൾക്കുമ്പോ, ഹൂദിനെ കേൾക്കുമ്പോ, സാലിഹിനെ കേൾക്കുമ്പോ, അബൂബക്കറിനെ കേൾക്കുമ്പോ, ഉമറിനെ കേൾക്കുമ്പോ നമുക്ക് അന്തമില്ലാത്ത സന്തോഷവും ആവേശവും മാനസിക അടുപ്പമുണ്ട്. ചരിത്രം നമ്മളോട് വിളിച്ചു പറയുന്നത് എല്ലാ കള്ളന്മാരും നഷ്ടകാരികളാണ്. മുകദ്ദിബീൻ, കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ എന്ന് പറയും. അതാ ബയാനുൽ ലിന്നാസ്. ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വിളംബരമാണ്. കുറെ മുസ്ലിങ്ങൾക്ക് ഒക്കത്തിടിക്കൊണ്ട് നടക്കാനുള്ള ഒരു സാധനമൊന്നുമല്ല ഇത്. അതാ ബയാനുൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വിളംബരമാണ്. സൂക്ഷ്മതയുള്ളവർക്ക് ഒരു മാർഗദർശന ഗ്രന്ഥമാണ്, മാർഗദർശന സന്ദേശമാണ്, അതുപോലെ സാരോപദേശവുമാണ്. അതുകൊണ്ട് ഏറ്റവും ഒടുവിലായി ഏറ്റവും ഉത്തമമായ മെന്റൽ എബിലിറ്റി, അതായത് സെൽഫ് കോൺഫിഡൻസ് തന്നുകൊണ്ട്, മാനസികമായ ആരോഗ്യം തന്നുകൊണ്ട് അല്ലാഹു തആല പറയാ, വലാ തഹിനു വലാ തഹ്സനു, നിങ്ങൾ ദുർബലരാവരുത്, നിങ്ങൾ ദുഃഖിതരാവരുത്. വഅൻതുമുൽ അലൗന, നിങ്ങളാണ് ഉന്നതന്മാർ. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ ഇതിൽ വിശ്വസിച്ചാൽ നിങ്ങൾ ദുർബലരാവേണ്ടതില്ല, നിങ്ങൾ ദുഃഖിതരാവേണ്ടതില്ല. വഅൻതുമുൽ അലൗന ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഉന്നതന്മാർ, നിങ്ങളാണ് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾ. അങ്ങനെയാണോ ഈ സമുദായം ഈ ആഗോള അടിസ്ഥാനത്തില് ഇപ്പോൾ ഈ റമദാനിൽ നിൽക്കുന്നത്? ഇല്ല, അങ്ങനെ എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നോമ്പിന്റെ ചൈതന്യം, നമസ്കാരത്തിന്റെ ചൈതന്യം, ദിക്റിന്റെ ചൈതന്യം, ഇസ്തിഗ്ഫാറിന്റെ ചൈതന്യം, ഖുർആൻ ഓതുന്ന ചൈതന്യം, അതുപോലെ സദഖയുടെയും ഉംറയുടെയും ഹജ്ജിന്റെയും ചൈതന്യം യഥാർത്ഥത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാതെ വന്നതിന്റെ പേരിൽ നമ്മൾ പിന്നോക്കമോ അല്ലെങ്കിൽ മർദ്ദിതരോ അതുപോലെ തന്നെ ദുഃഖിതരോ ആയ ഒരുപാട് ആളുകളുണ്ട്. നമുക്കറിയാം റോഹിംഗ്യ മുസ്ലിങ്ങളുടെ കഥനത്തിന്റെ കഥ നമുക്കറിയാം. ഒരു 10 സെന്റ് ഭൂമിയിൽ 300-400 ആളുകൾ ചാള അടിക്കുന്നതുപോലെ ജീവിക്കുന്ന റോഹിംഗ്യ മുസ്ലിങ്ങളുടെ ക്യാമ്പ് ഡൽഹിയിൽ തന്നെ ഉണ്ട്. അടുത്ത ദിവസം ഒരു ചാനലിലൂടെ പ്രത്യക്ഷപ്പെട്ടു. അതുപോലെ കടലിൽ കുറെ കാലം അവര് ഒഴുകി നടന്നു. അവര് പ്രതാപശാലിമായ അള്ളാഹുവിനെ വിശ്വസിച്ചു എന്നുള്ള ഒറ്റ തെറ്റല്ലാതെ അവരൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതിന്റെ പേരിൽ അവർ ദ്രോഹിക്കുമ്പോ യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഖുർആനിൽ പാണ്ഡിത്യമുള്ളവര്, അള്ളാഹു കൊടുത്ത പണവുമായി നിൽക്കുന്ന ആളുകള്, അള്ളാഹു കൊടുത്ത അധികാരവുമായി മുസ്ലിം സമുദായത്തിന്റെ പേര് വിളിച്ചുകൊണ്ട് ലോകത്തിന്റെ പല രാജ്യങ്ങളിലും അധികാര കസേരയിരിക്കുന്ന ആളുകള്, അവരൊക്കെ ഈ പാപങ്ങളുടെ ഈ രോദന ജീവിതത്തിന് ഉത്തരവാദികളാണ്. അല്ലെങ്കിൽ നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരവിടെ നിർത്തി ചോദ്യം ചെയ്യുക തന്നെയും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നമുക്കും ഉത്തരവാദിത്വമുണ്ട്. ഓരോരുത്തരും ഒന്നും കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അശരണരായ, ആലംബഹിതരായ, പിന്നാക്കം നിൽക്കുന്ന, ദുരിതത്തിലും കഷ്ടപ്പാടിൽ നിൽക്കുന്ന ആഗോള മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ടി ഒരുക്കി കണ്ണീരൊക്കാൻ, പാതിരാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ടി ഒന്ന് ശബ്ദിക്കാൻ, അവർക്ക് വേണ്ടി ഒന്ന് വർത്തമാനം പറയാൻ നമ്മൾക്ക് ഓരോരുത്തരും സത്യവിശ്വാസി എന്നുള്ള നിലയിൽ കടമയുണ്ട്, കർത്തവ്യമുണ്ട്. പാപമോചനത്തിന്റെ ഈ നാളുകളിൽ അതും കൂടി നാം മറക്കാതെ ചെയ്യണമെന്ന് ആനുഷംഗികമായി പറയാണ്, സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ് എന്നുള്ളതാണ്. കാരണം നമ്മളെപ്പോലെ തന്നെ ശരിക്കും ഈ ഭൂമുഖത്ത് എല്ലാ
സൗഭാഗ്യങ്ങളോടുകൂടി ജീവിക്കേണ്ട മനുഷ്യന്മാരെ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ഒരു നല്ല വസ്ത്രമെടുക്കാനും കഴിയില്ലാതെ ഇങ്ങനെ നിരാലംബരായി കിടക്കുന്നു. അവരെ സഹായിക്കണം, അവർക്ക് വേണ്ട പ്രാർത്ഥനകൾ നടത്തണം. എന്തെല്ലാം തരത്തിൽ സഹായിക്കാൻ കഴിയുമോ ആ തരത്തിലെല്ലാം അവരെ സഹായിക്കണമെന്നുള്ള ഒരുപാട് ദാമധൂമ് ദൂർത്തടിച്ച് കളയുന്ന ഒരുപാട് പണം നമ്മുടെ കൈവശമുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകൾ ചുറ്റിലുമുണ്ട്. അവർക്ക് വേണ്ടിയുള്ള സൗകര്യം ചെയ്യാൻ ഒരല്പം ദൂർത്ത് കുറച്ചാൽ, ഒരല്പം ആർഭാടം കുറച്ചാൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നതിന് ലോക ചരിത്രത്തില്, സമകാലിക ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. എന്നാണ്, അതായത് അവര് ക്ഷേമത്തിലും ക്ഷാമത്തിലും ചെലവഴിക്കുന്നവരാണ്. അപ്പൊ സത്യവിശ്വാസത്തിന്റെ ഔന്നത്യത്തിൽ നമ്മൾ എത്തണമെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മള് മറ്റുള്ളവരെയും പൊക്കിക്കൊണ്ടുവരേണ്ടതുണ്ട്, അവരെയും പരിഗണിക്കേണ്ടതുണ്ട്. അവരെ പ്രാർത്ഥിച്ചവർക്ക് വേണ്ടിയുള്ള സൗഭാഗ്യങ്ങൾ നാം നേടിക്കൊടുക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് അവർക്ക് വേണ്ടി ചെലവഴിച്ചു അവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഉത്തമരായ സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെവരെയും ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن أبو بكر وعمر وعثمان وعلي من بقية أصحاب رسول الله أجمعين. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ചെറുപാപങ്ങളും തെറ്റുകുറ്റങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ഭാര്യസന്താനങ്ങൾ, സുഹൃത്തുക്കൾ, കുടുംബത്തിലെ മറ്റെല്ലാ അംഗങ്ങൾ, നാട്ടുകാർ, മുഴുവൻ സത്യവിശ്വാസികൾ, മുൻകാല സത്യവിശ്വാസികൾ എല്ലാവർക്കും എല്ലാ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളെ എല്ലാവരെയും നരകശിക്ഷയിൽ കാക്കുകയും സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ തമ്പുരാനെ. മുന്നേ ഞങ്ങളിൽ നിന്നിലെത്തിയ ഖബറിടങ്ങളിൽ കഴിയുന്ന സത്യവിശ്വാസികളെ അവരുടെ ഖബറിടങ്ങളെ സ്വർഗ പൂങ്കാവനങ്ങളിലുള്ള പൂങ്കാവനമാക്കി മാറ്റണേ തമ്പുരാനെ. അവരുടെ സ്വർഗ പൂങ്കാവനങ്ങളാക്കി അവരുടെ ഖബറിടങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തും നൽകി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളിൽ നഗരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക്, വേണ്ടപ്പെട്ടവർക്കും എല്ലാവർക്കും അവർക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളിൽ ഒരുപാട് രോഗികളുണ്ട്, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ, അവരുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. നാഥ, ദാരിദ്ര്യം കൊണ്ടും കടൽ കൊണ്ടും മറ്റു പലതരത്തിലുള്ള പ്രയാസങ്ങൾ കൊണ്ടും വേദനയും പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ അടുത്തുണ്ട്, ഞങ്ങളിലുണ്ട്. അതെല്ലാം നീ നന്നായി അറിയുന്നു. ഏറ്റവും വേണ്ടപ്പെട്ട സഹായം എന്താണെന്ന് നീ അറിയുന്നു നാഥ. നീ അറിയുന്ന ഉത്തമമായ സഹായം കൊണ്ട് ഞങ്ങളെ നീ രക്ഷിക്കണേ നാഥ. നാഥ, ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ റമദാനിലെ ദിവസങ്ങളെ ഏറ്റവും ഉത്തമമായി പ്രയോജനപ്പെടുത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാഥ, ഞങ്ങളുടെ പ്രാർത്ഥന നീ തട്ടിക്കളയല്ലേ തമ്പുരാനെ. നാഥ, എപ്പോഴും നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. നാഥ, ഞങ്ങളുടെ സന്താനങ്ങളിലും സമ്പത്തുകളിലും നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. ഹൃദയംഗമായി കണ്ണുനീരോട് നിന്നോട് പ്രാർത്ഥിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. സുഹൂറിന്റെ വേളയിൽ, അതുപോലെ ഇഫ്താറിന്റെ വേളയിലൊക്കെ ഹൃദയംഗമായി നിന്നോട് പ്രാർത്ഥിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഒരിക്കലും ഞങ്ങളുടെ പ്രാർത്ഥന തട്ടിക്കളയല്ല തമ്പുരാനെ. പ്രാർത്ഥന മറന്നു പോകുന്ന ഒരവസരം നീ ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാനെ. തമ്പുരാനെ, ഖുർആൻ ശരിയായി പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. സഖറാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കബറിടങ്ങളെല്ലാം വിശാലങ്ങളും പ്രകാശപൂരിതങ്ങളുമാക്കി മാറ്റിത്തരണേ തമ്പുരാനെ. മഹ്ശറിൽ നിങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നരകശിക്ഷയിൽ നിൽക്കുകയും സ്വർഗത്തിൽ ഫിർദൗസിൽ നിന്റെ ലിഖാഹ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ റമദാനിൽ, ഈ വെള്ളിയാഴ്ച, ഈ മെമ്പറിൽ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു ഈ മനുഷ്യന്മാർ എന്ന് ആമീൻ പറയുന്നത. ഇത് നീ സാക്ഷിയാണ്, ഒരിക്കലും തട്ടാതെ ഇതെല്ലാം നീ സ്വീകരിച്ച് ഉത്തമമായ ഉത്തരം നൽകി അനുഗ്രഹിക്കണേ നാഥ. നാഥ, നിന്നോട് ചോദിച്ചിരിക്കുന്നു, നീ പറഞ്ഞു ആത്മാർത്ഥമായി തന്നെ നിന്നോട് ഞങ്ങൾ ഇതാ ചോദിച്ചിരിക്കുന്നു. ആവശ്യങ്ങൾ നിന്റെ മുന്നിൽ വെച്ചിരിക്കുന്നു. എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ തിരുത്തിയിട്ട് ഏറ്റവും ഉത്തമമായി മാത്രം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നീ സാക്ഷിയായി ഈ പ്രാർത്ഥന നിന്ന് ഞങ്ങൾ തവക്കൽ ചെയ്യുന്ന തമ്പുരാനെ ഏറ്റവും ഉത്തമമായി നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആ ഫിർദൗസ് പറഞ്ഞ ഒന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് ആ ഫിർദൗസ് തന്നെ, ഫിർദൗസിൽ നിന്റെ ലിഖാഹ് നൽകി അനുഗ്രഹിക്കണേ
അനുഗ്രഹിക്കണേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين.